ഗുഡ് ഈവനിങ്, വെൽക്കം എവ്രി വൺ. മ്യൂസ് റൂം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസാണ്. ശരിക്കും ഇത് വളരെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതാണ്. ബിക്കോസ് ഒരു ഇൻറ്റിമേറ്റ് സ്പേസ് വരാനായിട്ട് എല്ലാവർക്കും ഒരു പേഴ്സണലായി സംസാരിക്കാൻ വേണ്ടി, ഓപ്പണായി സംസാരിക്കാൻ വേണ്ടി, ഒരു ക്ലോസ്നെസ്സിന് വേണ്ടിയിട്ട്. യൂഷ്വലി മ്യൂസീഷ്യൻസ് എവിടെ വരാറ്, ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം വി ഹാവിങ് സെലിബ്രിറ്റീസ് ഹിയർ. സിനിമ ആദ്യമായിട്ട് നമ്മൾ വെഞ്ചർ ചെയ്യുകയാണ് ഇന്ന്. അപ്പം ആൻ മരിയ കലിപ്പിലാണ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സണ്ണി, വെൽക്കം. മിഥുൻ ആൻഡ് സൈജു. മിഥുൻ ആദ്യത്തെ മൂവി തുടങ്ങുന്നത് തന്നെ ഓം ശാന്തി ഓശാനയിലെ റൈറ്ററായിട്ടാണ്. അതിനുശേഷം ഡയറക്ടറായി വരുന്നത് ആടൊരു ഭീകരജീവി എന്ന് പറയുന്ന ചിത്രത്തിലേക്കാണ്. കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു വെഞ്ചറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ആൻമേരിയിലേക്ക് വരുന്നത്. ഇത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഗ്യാപ്പ് ആയിരുന്നോ? ഇപ്പം ഒരു വർഷമാണ് ഇപ്പം നമ്മളിപ്പം ഏകദേശം കടന്നു പോയത്, 1.5 വർഷമായി. അപ്പോൾ നോർമലി ഒരു സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി പ്രീ പ്രൊഡക്ഷൻ നടത്തി ഷൂട്ട് തുടങ്ങുമ്പോൾ എന്താണെങ്കിലും ഏകദേശം റിലീസ് ആകുമ്പോഴത്തേക്ക് 1 വർഷത്തോളം ആവും. തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊരു 6 മാസം കൂടുതൽ എടുത്തു വന്ന് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 6 മാസം പുള്ളി ട്രോളൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. ആ ട്രോളിലൊക്കെ നമ്മുടെ നായകനൊക്കെ ഇവിടെ ഇരിക്കണേ, ആടൊരു ഭീകരജീവിക്ക് ശേഷം. അപ്പോൾ അതിനുശേഷം ഇനിയത്തതിന് ഒരു ട്രോള് നമ്മൾ പ്രതീക്ഷിക്കുകയാണോ, അതോ അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണോ ആൻമരിയ? ഇപ്രാവശ്യം ട്രോളന്മാർ നിരാശനാവാനാണ് സാധ്യത. ആണോ? ഇതൊരു സിമ്പിൾ ഫീൽ ഗുഡ് പടമാണ്, ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അതുപോലെ തന്നെ സണ്ണി വെയിൻ നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഒരു മോസ്റ്റ് എലിജിബിൾ ബാച്ചിലേഴ്സ് എടുത്തു കഴിയുമ്പോൾ സണ്ണി വെയിൻ്റെ പേര് അതിൻ്റെ ആദ്യം മോസ്റ്റ് എലിജിബിൾ ബാച്ചിലേഴ്സിൽ ഒരാളുടെ പേര് വരുമ്പോൾ സണ്ണി വെയിൻ്റെ പേരാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു റൊമാൻസും ഒരു ആക്ഷനും ഒക്കെ എടുക്കാതെ ആൻമരിയ കലിപ്പിലാണെന്നുള്ള പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഇസ് നോട്ട്, അതൊന്നുമല്ല. വൈ അങ്ങനെ ഒരു ജോണറിലേക്ക് വന്ന് ആ ടൈപ്പ് ഓഫ് ഒരു മൂവി? അത് അപ്പം എന്താ പറയുക, ഒരു വർഷം മുന്നേ മിഥുനൊരു സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പം പിന്നെ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് സംഭവമാണ്. പിന്നെ എസ്പെഷ്യലി കുട്ടികൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കിട്ടി, അപ്പോൾ സെലക്ട് ചെയ്തു. ആ വഴിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ആടൊരു ഭീകരജീവി എന്ന് പറയുന്ന സിനിമ തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മിഥുന് എനിക്ക് തോന്നുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടോ? അതിൽ ധർമ്മജൻ വരുന്നുണ്ട്, സൈജു വീണ്ടും ഈ മൂവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അന്ന് നമ്മൾ ഒരുപാട് ട്രോളന്മാർ എൻജോയ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. ആൻമരിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗെറ്റപ്പ്? ആൻമറിയിലെ ക്യാരക്ടർ ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആയിരുന്നു എനിക്ക് ചെയ്യാൻ. മിഥുൻ ഈ പടത്തിന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ആദ്യം പറഞ്ഞത് അറക്കലബു വാസ് ഓഫ് കോഴ്സ് ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് there was no traces of a person called സൈജു ഗ്രൂപ്പ്. പക്ഷേ ഡോക്ടർ റോയിൽ ട്രേസസ് ഉണ്ട്. അപ്പം ഇതും പറഞ്ഞതാണ്, ഡോക്ടർ റോയ് ഒരുപക്ഷെ ഒരു 50% ചിലപ്പം സൈജു ഗ്രൂപ്പിനെ പോലത്തെ ആളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസി ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രോളൊക്കെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ആടിൻ്റെ ഹാങ് ഓവറിൽ ചിലപ്പോൾ ഞാനും ഇതിനും കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ട്രോള് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ഇനി പറയൂ, ആൻമരിയ കലിപ്പിലാണ് എന്തിനാണ് ആൻമരിയ കലിപ്പിലായിരിക്കുന്നത് ആൻഡ് വൈ അങ്ങനൊരു പേര്? നമ്മൾ ഈ പേരിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേരുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചു. അപ്പോൾ പേരുകൾ ഇങ്ങനെ ആലോചിക്കുമ്പം ഓരോ പേര് ആലോചിക്കും, ഒഴിവാക്കും. പടത്തിൻ്റെ ഒരു ക്രക്സ് ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നു. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. ഇപ്പോൾ സണ്ണിയുടെ പൂമ്പാറ്റ ഗിരീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അവളുടെ ഒരു ദേഷ്യത്തിന് പിന്നിലെ കാരണം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻമരിയയുടെ ദേഷ്യത്തിൽ നിന്നാണ് നമ്മുടെ സിനിമ ചലിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ആൻമരിയ ദേഷ്യത്തിലാണ് എന്നൊരു പേരിനെ കുറിച്ച് ആലോചിച്ചപ്പം ഈ കലിപ്പ് എന്നാണല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ കൊളോക്കിയലായിട്ട് വരുന്നത്. അതെ. അപ്പോൾ ആ ഒരു ലോക്കൽ ജാർഗൺ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. ആൻമരിയ കലിപ്പിലാണ്. പിന്നെ സാറേൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടി കലിപ്പിലാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്യൂട്ട്നെസ് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴും കുറേ പേര് ആൻമരിയ കപ്പലിലാണെന്നാണ് ആ പോസ്റ്റർ വായിക്കുന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പം സണ്ണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിൽ മൊത്തം ലുക്ക് വേറെയാണ്. ഇതിപ്പോൾ താടിമുടിയൊക്കെ പഠിച്ച ആൾ വേറൊരു ഇതിലേക്ക് വന്നേക്കാണ്, ഭയങ്കര ചെറുതായ പോലെ ഇരിക്കണു. അതിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല താടിയൊക്കെ ആയിട്ട് എന്നാൽ അതിലൊരു വില്ലൻ ഭീകരനൊക്കെയാണോ? അല്ല, പറഞ്ഞില്ലേ പുഷ്പം പോലെ. ഇപ്പൊ സൈജുവിന്റെ ക്യാരക്ടർ പറഞ്ഞു കുറെ ട്രേസസ് ഉണ്ടെന്ന്. പൂമ്പാറ്റ ഗിരീഷിൽ എത്രത്തോളം സണ്ണി വെയിൻ ഉണ്ട്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് പുള്ളി എസ്പെഷ്യലി അതായത് പൂമ്പാറ്റ ഗിരീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളി തുടങ്ങുമ്പോഴേ പറഞ്ഞു നല്ല ചാലഞ്ചുള്ളതാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. എപ്പോഴും തരും പറയും. കാരണം എഡിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ഓരോ സീൻ കണ്ടു വന്നിട്ട്
നിന്നോട് ഞാനന്ന് പറഞ്ഞതല്ലടാ എന്നൊക്കെ വന്നിട്ട് പറഞ്ഞു. ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. അപ്പം എൻ്റെ ഒരു പിന്നെ ഹാർഡ് വർക്ക് അതിൽ കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സണ്ണി മീൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കലിപ്പ് അല്ലേ ഉണ്ടോ? ആ ഒക്കെ ഉണ്ടാവും. കുറച്ചധികം കലിപ്പുണ്ട്. എന്തായാലും ഞാൻ എന്തൊക്കെയാണെങ്കിലും എത്ര ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിലും എന്നിലൊരു ഞാനുണ്ടാവുമല്ലോ, ചിലപ്പോൾ അതെന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ ഡോക്ടറുടെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറൻസ് ഉള്ള കുറേ ക്യാരക്ടേഴ്സ് സൈജു ചെയ്യുന്നുണ്ട്. മാറി 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 നമ്മളെ കുറേ ചിരിപ്പിക്കുന്ന, ഇൻഫാക്ട് ട്രോളന്മാർക്ക് ഒരുപാട് സഹായം കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് മാറി മാറി കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും ഒരു ട്രോളിന് സാധ്യത ഇല്ലാത്ത ക്യാരക്ടറാണോ അതോ ഇതിലും സാധാരണ പോലെ നമ്മളെ കുറേ ചിരിപ്പിക്കുന്ന ഒരു ഫാക്ടർ വരുന്ന ഒരു ഇതുണ്ടോ? ചിരിപ്പിക്കില്ലായിരിക്കും ഒരു പക്ഷേ ഒരു ഇയാളുടെ ഒരു ലൈറ്റർ സൈഡ് കാണാൻ പറ്റും. അയാൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് സ്പോക്കൺ ഒരാളാണ്. അതാണോ സൈജു അതുപോലെയാന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെയാണ്. ഓക്കെ. അല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചതാണ് കേട്ടോ. നമ്മളങ്ങനെ 50% ഞാനാന്ന് പറഞ്ഞുകൊണ്ട്. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന്. നിങ്ങൾ ഡോക്ടർ റോയ് അല്ല, അത് 50% അങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമായി. ഡോക്ടർ റോയ് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്താണ് സൈജു ഗ്രൂപ്പിൽ എന്തൊക്കെയായിരിക്കും ഉള്ളത്. നിങ്ങൾ എന്തൊക്കെ അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഇല്ല, നിങ്ങൾ നോണ പറഞ്ഞു വെച്ചേക്കുമല്ലേ. ഞാൻ 50% അതാ അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്രയും ബാലതാരങ്ങൾ ഇവിടെ മലയാളത്തിൽ ഇവിടെ ഒത്തിരി ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഒരു കുട്ടിയെ അപ്പുറത്തുനിന്ന് ദൈവ തിരുമകനിലെ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? വൈ ആൻമരി ആയിട്ട് ആ കുട്ടി വന്നത്? അതായത് ഈ കഥാപാത്രം എന്ന് പറയുന്നത് പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ സിനിമ പുരോഗമിക്കുന്നതും അവളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്ത് ഫലിപ്പിച്ച ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പുതിയ ആളെ വെച്ച് പരീക്ഷണം നടത്താൻ എനിക്ക് തുടക്കം തൊട്ടേ ധൈര്യമില്ലായിരുന്നു. പണ്ട് കുറേ റിസ്ക് എടുത്തോണ്ട്. അതെ, പുതിയ ആൾക്കാരെ വെച്ച് ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റുകളെ തപ്പി. അപ്പോൾ അതിനകത്ത് ടോപ്പിൽ കിടക്കുന്ന പേരുകളിലൊന്ന് സാറാ അർജുൻ്റെയാണ്. അങ്ങനെ അവരെ അപ്രോച്ച് ചെയ്തു. അപ്പം സ്റ്റോറി അയച്ചു കൊടുക്കാൻ പറഞ്ഞു, കഥ പോയി നറേറ്റ് ചെയ്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് കൊടുത്തു. അങ്ങനെ അവർ കൺവിൻസ്ഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അവളെ കാസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പടത്തിൻ്റെ ഒരു പകുതി റിസ്ക് ഒഴിവായി. അതിപ്പോൾ സ്ക്രീനിൽ വരുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റാരെ കാസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൾ അഭിനയിച്ച് എത്തിച്ചിട്ടുണ്ട് സിനിമ. എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? സാധാരണ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണ പോലെയല്ല ഒരു ബാലതാരത്തെ വെച്ചിട്ട് നമ്മൾ മൂവി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അതുപോലെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. സോ ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ്? അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇതിനകത്ത് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു സീറോ റിസ്ക് തന്നെയായിരുന്നു. കാരണം അവളുടെ ഒരു ചെറിയ കുട്ടിയായതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർട്ടിസ്റ്റ് വെച്ച് ഞങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. മറ്റേതിപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലേറ്റ് നൈറ്റ് പോകാം, 9:30 വരെ ഷൂട്ട്, ആ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് രാവിലെ ഒരു 7 മണി 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് ആകുമ്പോൾ കൊച്ചും അടുത്ത് പോകുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ മൂവി ക്യാമറയെ ഫേസ് ചെയ്ത് തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ്. അപ്പം എന്താ പറയുക, സീനിയോറിറ്റി വൈസ് നമ്മളെക്കാളൊക്കെ സീനിയറാണ്. അപ്പോൾ ഒരു കഥാപാത്രം പോകേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഇമോഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത 2 ആൺകുട്ടികളുണ്ട്, ഒരു വിശാലും ഉണ്ട്, അൽത്താഫും ഉണ്ട്. അവരും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പം പിള്ളേരെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ളതിന്റെ റിസ്ക് അനുഭവിച്ചിട്ടേ ഇല്ല. ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇവനെ അജുവിനെയൊക്കെ ഒരു തക്ക സമയത്ത് ഏതെങ്കിലും സ്ഥലത്തൊക്കെ പിടിച്ചുകൊണ്ട് വരാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. അതെങ്ങനെ സാധിച്ചു എന്നാണ് മിഥുനന്റെ അടുത്ത ചോദ്യം. അത് ഈ പറഞ്ഞ പോലെ നാട്ടുഭാഷ പറഞ്ഞാൽ വടിയും പത്തലുമായിട്ട് നിൽക്കുക എന്നുള്ളത് വേറൊന്നും പറയാനില്ലല്ലോ. സൈജു കുറിപ്പ് ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് വരിക, മേക്കപ്പ് ഇട്ട് ഞാൻ റെഡിയാണ് കേട്ടോ എന്ന് പറയാ. പുള്ളി ഓക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്, പങ്ക്ച്വലായിട്ട് എത്ര ഒരു കക്ഷി. സണ്ണി വെയിൻ പൊതുവെ കുറച്ച് അലസനാണ് എന്നൊരു ചീത്തപ്പേര് കേട്ടിട്ടുണ്ട് പല സ്ഥലത്ത് നിന്നിട്ട്. സത്യമാണോ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞാൽ പോരെ? അല്ല, അത് നമ്മൾ പറയുമല്ലോ. അത് സൈജു പറഞ്ഞില്ലേ 50% ഞാൻ അതിൽ കണ്ടു എന്നിട്ട് നല്ല ഡോക്ടറാന്നൊക്കെ. അത് പറ്റൂല, അതുകൊണ്ട് വേറെ പുറത്തുള്ളവരോട് ചോദിക്കും. സണ്ണീവൻ അത്യാവശ്യം അലസനായിട്ടുള്ളൊരു കക്ഷിയാണ്. ജീവിതത്തെ വളരെ വളരെ സിമ്പിളായിട്ട് നോക്കി കാണുന്ന ഒരാളാണ്. അതായത് എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ വറിയില്ല. അത് അവൻ്റെ അലസതയുടെ ഭാഗമായിട്ട് വന്ന് ചേർന്നാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളിനോട് നടക്കുമ്പോൾ നമുക്ക് തോന്നി, ചേട്ടാ എന്തിനാണ് അത്ര ടെൻഷൻ അടിക്കുന്നത്, അങ്ങനെ പോട്ട വണ്ടി, ആ ഒരു സാധനമുണ്ട്. നല്ലതാണ്. അതെ. ലൊക്കേഷൻ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ കക്ഷികളൊക്കെ അജു, സണ്ണി, സൈജു ഇവരെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ഫൺ നിറഞ്ഞ ലൊക്കേഷൻ ആയിരുന്നിരിക്കണം. ഹൗ വാസ് ഇറ്റ്? ലൊക്കേഷൻ ഭയങ്കര ഒരു ചിയർഫുൾ എൻവയോൺമെൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ നമുക്കിപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ടെക്നീഷ്യൻസ് ആണെങ്കിലും പരിചയമുള്ളവരാണ്. അപ്പോൾ യൂണിറ്റുകാരും എല്ലാവരും. അതെ, നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടി. പ്രൊഡ്യൂസറിൻ്റെ പ്രത്യേകത, അദ്ദേഹം നമ്മൾ എന്നൊരു ബജറ്റ് പറഞ്ഞ് എഗ്രി ചെയ്തതിന് ശേഷം പുള്ളി പിന്നെ ആ ഏരിയയിലേക്ക് വരില്ല. അപ്പോൾ ബാക്കി പ്രൊഡ്യൂസേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബജറ്റ് പറഞ്ഞ് എഗ്രി ചെയ്തതിന് ശേഷം ജിബ് കൊണ്ടുപോകുമ്പം എന്തിനാണെന്ന് ജിബ് എന്നതിൻ്റെ ആവശ്യമുണ്ടോ, സ്റ്റഡി ക്യാം വരുമ്പോഴത്തേക്കും സ്റ്റഡി ക്യാമോ, ഇത് ഏത് ഷോട്ടാണ് എടുക്കുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ
ആ പ്രൊഡ്യൂസറിന്റെ പേരെല്ലാരും പറഞ്ഞല്ലോ അതെ, അല്ലേ? അതെ, അതെ. അടുത്ത മിഥുൻ തന്നെയാണോ പുള്ളി സിനിമ വന്നേക്കണേ? തീർച്ചയായും. ആണല്ലോ, നന്നായി. കാരണം ഇപ്പൊ എല്ലാവരും തട്ടിക്കൊണ്ട് പോയി ഇത്രയൊക്കെ അല്ല, ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സംശയമുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നത്. അതെ 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 പുള്ളിയിൽ എപ്പോഴും ഒരു കണ്ണ് വേണം ഇനി. അതെ, ഇനിയിപ്പോൾ പുള്ളിയിലൊന്ന് സൂക്ഷിക്കണം. അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് ഒരുപാട് മുന്നേ തന്നെ ഇപ്പം മൂവിയുടെ ട്രെയിലർ വന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ അതിന് മുന്നേ തന്നെ ആൾക്കാർ പറഞ്ഞു കാണണം ഈ സിനിമ, ട്രെയിലർ ഒരുപാട് നന്നായിരുന്നു. ആൻഡ് സണ്ണി യു ലുക്ക് എന്താ പറയുക, അമേസിംഗ് ആയിട്ടുള്ളൊരു ലുക്കായിരുന്നു അതിലെല്ലാം കൂടെ വന്നിരിക്കുന്നത്. സോ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമ ആസ്വാദന ഒരു രീതി വെച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിനിമാ വിജയം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് എന്താ പറയുക സെക്കൻഡുകൾക്കകം എല്ലാവരിലേക്ക് എത്തുകയാണ്. മറ്റേത് നമ്മൾ ടി വിയിൽ പരസ്യം കൊടുത്ത് മൗത്ത് പബ്ലിസിറ്റി വന്ന് ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ കൂടെയുള്ള ഒരു 10 പേര് സ്റ്റാറ്റസ് ഇട്ടാൽ മതി, അതിലൊരു 100 ഷെയർ വന്നാൽ തന്നെ അതിനകത്തൊരു 100 പേര് കാണാൻ തീരുമാനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പടത്തിൻ്റെ റീച്ച് എവിടെയോ എത്തിപ്പോവാണ്. അപ്പോൾ ഇതിന്റെ വിപരീത ഫലമുണ്ട്. അത് അനുഭവിച്ച ആളാണ് ഞാൻ, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് മിഥുനോടാണ് ഏറ്റവും നമുക്ക് ചോദിക്കാൻ പറ്റിയത്. അതിന് മറുപടി പറയാൻ വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അതെ. പക്ഷെ അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പം നല്ല സിനിമയാണ് നമ്മൾ ഇറക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ പരമാവധി സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു ആടിന്റെ പാർട്ട് 2 വരുന്നുണ്ട് അടുത്ത വർഷം എന്ന് പറഞ്ഞേക്കുന്നത് പ്ലാനിങ്ങിലുണ്ട്. ആണല്ലോ. നിങ്ങളുടെ ഒരു അവസ്ഥയല്ലേ ഞങ്ങളുടെ ട്രോളന്മാർ കഷ്ടപ്പെട്ടു പറയണല്ലോ. ഇനി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ ഇവരുടെ അടുത്ത്? അതിനുള്ള സമയമാണ്. സൈജോട്ട, എൻ്റെ ചോദ്യം സൈജോട്ടിനോടാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഹിറ്റ് പടത്തിലും നിങ്ങളെ കാണാം. ഇത് നിങ്ങൾ ഹിറ്റ് പടം നോക്കി സെലക്ട് ചെയ്യാനാണോ അതോ തന്നെ വരുന്നുണ്ടോ? ഇതെന്താ ഇതിൻ്റെ സീക്രട്ട് എന്താ? സത്യം പറഞ്ഞാൽ ചാൻസ് ചോദിക്കുന്നതാണ്. ആട് സിനിമയിലും ഞാൻ ചാൻസ് ചോദിച്ചതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഇറങ്ങിയ ഹാപ്പി വെഡിങ്, അതിൻ്റെ അകത്ത് ഞാൻ ചാൻസ് ചോദിച്ചതാണ്. മിഥുൻ സുഹൃത്ത് ബന്ധം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ പടത്തിലും ഞാൻ ചാൻസ് ചോദിച്ചായിരുന്നു. തുറന്ന് സമ്മതിക്കാൻ മടിയൊന്നുമില്ല കേട്ടോ. ചാൻസ് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്താ പിന്നെ സൈജു ഗ്രൂപ്പിനെ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഡോക്ടറെ അങ്ങനെ ഉണ്ടാക്കിയ ക്യാരക്ടറാണെന്നാണോ പറഞ്ഞത്? ആയിരിക്കാം. അല്ലല്ല, ആദ്യം പടം എഴുതി കഴിഞ്ഞപ്പം വേഷം ചെറുതായിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷമം, ചെറിയൊരു വേഷത്തിലേക്ക് സൈജോട്ടനെ വിളിക്കും. അപ്പോൾ ഞാൻ സൈഡിൽ വിളിച്ചു പറഞ്ഞു, സൈജോട്ടാ ചേട്ടനില്ല. അപ്പോൾ പുള്ളി ആണല്ലേ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടൻ ഉണ്ട്. ആണോ, സന്തോഷം. കുറച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞു ചേട്ടനില്ല, ഞങ്ങൾ വേറെ ആരെങ്കിലും വെക്കുകയാണ് തൊട്ട്. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് എനിക്ക് കുറേ ഓഡീഷൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സൈജോട്ടല്ലാതെ വേറെ ആരെങ്കിലും വന്നാൽ പണി മൊത്തം പാളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഒരു രാത്രി വിളിച്ചു, ചേട്ടൻ തന്നെ വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് പുള്ളി വേറെ പടത്തൊന്നും ഡേറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ കറക്റ്റ് വന്നു. സണ്ണിച്ചേട്ടൻ എന്ന ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം റോൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ല. അപ്പം പുള്ളി പറഞ്ഞില്ലേ, അങ്ങനെ നാളെ എന്ത് എന്നുള്ളതല്ല, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഡ്രീം റോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഡ്രീം റോൾസൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഉള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വില്ലനായിട്ട് ഒരു റോൾ ചെയ്യണമെന്നുണ്ട്. അത് എങ്ങനത്തെ വില്ലനാണ് എന്നൊന്നും എനിക്കറിയില്ല. അത് ചിലപ്പം ഭാവിയിൽ ചിലപ്പം ഒരു നല്ലൊരു വില്ലൻ റോൾ വരികയായിരിക്കാം. അന്ന് അത് ചെയ്യുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാം. ആട് തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിരുന്നില്ലല്ലോ, പക്ഷേ ടോറൻറ്റിലാണെങ്കിൽ വമ്പൻ ഹിറ്റുമായി. എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? അതൊരു ഗ്രാൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പടം ഈ ആടിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സാധനം. അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സണ്ണീനെ വിളിച്ച് പറയുന്നുണ്ട്, സൈജോട്ടിനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്യുന്ന എഞ്ചിനീയർ ചിരിച്ചുകൊണ്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം DA ചെയ്യുന്ന കളറിസ്റ്റ് ചിരിക്കുന്നു, സൈജോട്ടിനൊക്കെ ഡബ് ചെയ്തുകൊണ്ട് ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പിലാണ്. അങ്ങനെ തിയേറ്ററിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷമായിട്ട് ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഫുൾ നെഗറ്റിവിറ്റി. ഞാൻ ഷാജി പാപ്പനെ പോലെ നടുവെട്ടി വീഴുന്നു, ആകെ ക്ഷീണമായി. എന്നാൽ പിന്നെ പോട്ടെ, നമ്മൾ വിചാരിച്ചത് നടന്നില്ല, ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഇതായിരിക്കില്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടോ അതിന്. പിന്നീട് തിരിഞ്ഞാലോചിച്ചപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ വിട്ട ട്രെയിലർ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു ഭയങ്കര മാസ് മസാല പടത്തിൻ്റെ ട്രെയിലറായിരുന്നു. പടം വന്നു കഴിഞ്ഞപ്പോഴാണ് ഷാജി പാപ്പൻ കേരളം സംസ്ഥാനം മൊത്തം അടിച്ചു നിരത്തുന്ന രീതിയിലാണ് നമ്മൾ ട്രെയിലർ വിട്ടത്. പടം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാരുടെയൊക്കെ ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ഒരു എന്താ പറയുക, ഒരു കൊലപാതക സംഘം വരാൻ പോവാണെന്ന്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൂട്ടം ആന മണ്ടന്മാർ. അപ്പോൾ അത് തിയേറ്ററിൽ നേരെ ബാക്ക് ഫെയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സംഗതി. അപ്പോൾ ഞാൻ ശരി, പ്രേക്ഷകർ പറയുന്നു പടം മോശമാണ്, ആയിക്കോട്ടെ, പടം മോശമാണ്, ഞങ്ങൾക്ക് ശരി, ഞാൻ സന്തോഷം. ആ കപ്പ് മേടിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. കുറേ കഴിയുന്നു, പടത്തിൻ്റെ CD റിലീസാവുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഒരു ഭാഗത്തുനിന്ന് എന്താ പറയുക, മലവെള്ളപ്പാച്ചിൽ പോലെ അവിടെ ടൊറൻറ്റ്, ഇവിടെ ടൊറൻറ്റ്, എവിടെ തിരിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആട്. അപ്പോൾ ഒരിക്കലും ആസിഫലിയും കാണാനോട് പറഞ്ഞു, ഇതിനെ ആട് റെവല്യൂഷനാണല്ലോ ഫേസ്ബുക്കിലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു ഉഗ്രൻ സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ അതും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ശരി, ആ കപ്പും വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. കമ്മട്ടി പാടത്തിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ സണ്ണി എന്നുള്ള പേരുണ്ടായിരുന്നു, സണ്ണി ചേട്ടൻ്റെ. പടം കഴിയണ വരെ 3 മണിക്കൂർ ഞങ്ങൾ കാത്തിരുന്ന് ഒരു ഷോട്ട് പോലും കണ്ടില്ല. എന്താണെന്ന് പറയാമോ? എന്താന്ന് പറഞ്ഞാൽ എന്താ എഡിറ്റ് ചെയ്ത് കളഞ്ഞു.
അല്ലാതെന്താ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. രാജീവേട്ടൻ അല്ലെങ്കിൽ ബാലേട്ടനും കൂടി അവർ കഥ എഴുതിയ സമയത്ത് എൻ്റെ ക്യാരക്ടർ ഇല്ലായിരുന്നു സിനിമയിൽ. പിന്നെ സിനിമയൊക്കെ തുടങ്ങി ഞാനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ലൊക്കേഷനിലൊക്കെ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞാണ് ഒരു റോള്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയി നമ്മളത് ചെയ്ത് ഒരു പോലീസിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള സീനൊക്കെ ആയിരുന്നു. പക്ഷേ അവരുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈല് വേറെ ഡിഫറെൻറ്റാണ്. അപ്പോൾ അവരിങ്ങനെ ഡേ ടു ഡേ പുതിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ അവരുടെ സിനിമ ഈ പറഞ്ഞ ഒരു 4 മണിക്കൂർ നേരമൊക്കെ വന്നു. ശരിക്കും ആക്ച്വലി 2 പാട്ടൊക്കെ ആയിട്ട് വരേണ്ട സിനിമയാണ്. പിന്നെ നമ്മൾ ഓഡിയൻസ് എത്രത്തോളം അങ്ങനെ 2 പാർട്ടൊക്കെ ആയിട്ട് ഒരു സിനിമ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ട്രിം ചെയ്യേണ്ടി വന്നു. ആ ട്രിം ചെയ്യുന്ന ഭാഗത്തിൽ ഞാനും പോയി. സി ഡി ഇറങ്ങുമ്പോൾ തീർച്ചയായും അതിലുണ്ടാവും, അതിൽ കാണാം, എനിക്കും കാണാം, ഞാനും കണ്ടിട്ട്. എനിക്ക് മിഥുനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആടിൻ്റെ തന്നെ പേരുടെ ആടൊരു ഭീകരജീവിയായിരുന്നു. ഇപ്പോൾ ഇതിൽ ആൻമരിയ കലിപ്പിലാണ്. അപ്പോൾ ആടിൽ തന്നെ പറയുകയാണെങ്കിൽ അറക്കിലബു, സാത്താൻ സേവിയർ, ഷാജി പാപ്പൻ, സച്ചിൻ ക്ലീറ്റസ്, ലോലൻ, ഇപ്പോൾ ഇതിൽ പൂമ്പാറ്റ ഗിരീഷ്. ഇപ്പോൾ കഥാപാത്രങ്ങൾ അങ്ങനെ ചേട്ടൻ പർപ്പസ്ഫുള്ളി കൊടുക്കുന്നതാണോ അതോ എന്താണ് അതിന് വേണ്ടി ഒരു കാര്യം, ഇങ്ങനെ ഒരു വ്യത്യസ്തമാർന്ന പേരുകൾ സാധാരണ? അതെന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലായിട്ട് പേനത്തുമ്പെന്ന് പറയാൻ പറ്റില്ല. എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. കാരണം പുള്ളി ഫസ്റ്റ് ഫിലിമിൽ ഷാജി പാപ്പൻ, അറക്കലബു, എന്താ പറയുക, സാത്താൻ സേവിയർ, പിന്നെ സർവത്ത്, ഷമീർ, ഇപ്പോൾ ഇതിനകത്ത് പൂമ്പാറ്റ ഗിരീഷ്. അപ്പം പുള്ളി എങ്ങനെയാണ് ഈ പേരുണ്ടാക്കുന്നതെന്ന് എന്നെ ഭയങ്കരമായിട്ട് പലപ്പോഴും ആലോചിക്കണം. എന്തെങ്കിലും മിഥുനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് കരുതി ഒരു ചോദ്യം ചെയ്തത്. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നൊന്നുമല്ല. കഥ എങ്ങനെ പുരോഗമിക്കും തോറും വളരെ യാദൃശ്യമായിട്ട് വന്നു ചേരുന്നതാണ്. പിന്നെ ഒരു കറ തീർന്ന നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട്, നാട്ടിൻപുറത്തിൻ്റെ കറയാണ് തീർന്നത്, നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് അങ്ങനെ അവിടെ കുറേ ഇങ്ങനത്തെ ഇരട്ട പേരുകൾ പതിവാണല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ ഒരു വൊക്കാബുലറിയിലെ സാധനം വന്ന് കിടക്കുന്നതാണ്. അപ്പം വളരെ അബോധപൂർവമായിട്ട് വരുന്നതാണെന്ന് പറയാം. പർപ്പസ്ഫുള്ളി ഇടുന്നൊന്നുമല്ല, വന്നു ചേരുന്നതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത പടത്തിൽ നമ്മുടെ ആവനാടിയിൽ അസ്ത്രം തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നോർമൽ പേരുകൾ തന്നെയായിരിക്കും എല്ലാം. സാത്താൻ സീവർ എന്നുണ്ടാവില്ല, വെറും സീവർ എന്നുണ്ടാവും. ഈ ആൻമരിയ കലിപ്പിലാണെന്നുള്ള കഥ, ഈ ഒരു സ്റ്റോറി ആരെങ്കിലും ലൈഫിൽ കണ്ട് പരിചയപ്പെട്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതാണോ അതൊരു ക്രിയേറ്റീവ് സ്റ്റോറിയാണോ? അത് ഇപ്പം എല്ലാ കഥകളിലും ചെറിയ ആത്മാംശങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം പാടിനകത്താണെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു യാത്രാവിവരണം എടുത്തിട്ടത് ഓം ശാന്തി ഓശാന പകുതി ഓട്ടോബയോഗ്രഫിക്കലായിരുന്നു. പിന്നെ ഇപ്പം ഇത് വന്നപ്പോഴും എൻ്റെ ലൈഫിൽ പണ്ട് കുട്ടിക്കാലത്തുണ്ടായ ഒരു ചെറിയ സംഭവം, നമുക്കൊരുപാട് ദേഷ്യം തോന്നിയ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് അന്ന് നമ്മളൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ആൻമരിയ, ഞാൻ പ്രതികരിക്കണം എന്ന് തോന്നിയൊരു കാര്യം ആൻമരിയ പ്രതികരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാത്തത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ആ ഒരു മൊത്തം കഥ റിവീലാവും. ചെറിയൊരു ആത്മാംശം ഉണ്ട് അതിനകത്ത്. മിഥുൻ ചേട്ടാ, ഇതിലിപ്പോൾ സണ്ണി ചേട്ടനല്ലാതെ അജുവേട്ടനും ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്ന് നമ്മൾ ട്രെയിലറിലുള്ള വ്യക്തമാണ്. അവരുടെ ക്യാരക്ടേഴ്സ് എന്താണ് ആക്ച്വലി? അജുവിൻ്റെ ക്യാരക്ടർ, സണ്ണി അജു ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഇവർ ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ചെറിയ ഗുണ്ടാ ചമയലുകളൊക്കെ ഉള്ള 2 ആളുകളാണ്. പൂമ്പാറ്റ ഗിരീഷും വി അംബ്രോസും. ഇതാണ് ഇവരുടെ 2 പേരുടെയും ക്യാരക്ടേഴ്സിൻ്റെ പേര്. ഏടാകൂടങ്ങളൊക്കെ പൂമ്പാറ്റ ഗിരീഷ്, ഒന്നുകിൽ പൂമ്പാറ്റ ഗിരീഷ് ഒപ്പിക്കുന്ന ഏടാകൂടത്തിന് അംബ്രോസിന് തല്ലുകൊള്ളും, അല്ലെങ്കിൽ അംബ്രോസ് ഒപ്പിക്കുന്നതിന് ഗിരീഷിന് തല്ലുകൊള്ളും. അങ്ങനെ പോകുന്ന 2 ക്യാരക്ടേഴ്സാണ്. പിന്നെ ഷൈൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സുഗു എന്ന് പറഞ്ഞ ഇവരെക്കാൾ കുറച്ചും കൂടെ സീനിയറും സീരിയസുമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് 3 പേരുമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം ആൻമേരിയുടെ ലൈഫിലേക്ക് ഈ മാരണങ്ങളെല്ലാം കൂടെ കൊച്ചിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതോടുകൂടി വന്നു പെടുന്നതാണ്. ഇതാണ് ഇവരുടെ 3 പേരുടെ ക്യാരക്ടർ സ്കെച്ചുകൾ. സണ്ണി വേനോടാണ് ചോദിക്കുക. ചേട്ടൻ്റെ ആക്ടിങ് ഭയങ്കര എന്താണ്, സെക്കൻഡ് ഷോട്ട് ചേട്ടൻ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആണ്. അപ്പം ഇതൊന്നും ഇവിടെ പറയരുത്, നമുക്ക് പേഴ്സണലായിട്ട് പറയാം. അല്ല, അപ്പം ഞാൻ ചോദിക്കണേ, അതെങ്ങനെയാണ് ആ ഒരു ശൈലി വന്നത്? ഞാൻ ഒരു സ്റ്റൈൽ അങ്ങനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ചേട്ടൻ്റെ തന്നെ ശൈലിയാണത്? ഞാൻ ബേസിക്കലി ഇതിപ്പം നമ്മളെ പെട്ടല്ലോ പഠിച്ചവരേതൊക്കെ. ഇപ്പോൾ കുറേ ആക്ടേഴ്സൊക്കെ പാട്ട് പാടുന്നുണ്ടല്ലോ. നിങ്ങളുടെ സൗണ്ട് അത്യാവശ്യം ഒരു ബാസുള്ള സൗണ്ടാണ്. അപ്പോൾ പാട്ട് പാടണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? പറഞ്ഞോ. അപ്പോൾ മിഥുൻ ചേട്ടനൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ടിരിക്കണമല്ലോ, ഒരു പാട്ട് തോന്നിച്ചിട്ടുണ്ടായോ? നമ്മുടെ പടത്തിൻ്റെ ഒരു ഇപ്പോൾ റിലീസായ ഒരു പാട്ട് വന്നപ്പോൾ സണ്ണി പറഞ്ഞു, എടാ വേണമെങ്കിൽ നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഷാൻ റഹ്മാൻ്റെ അടുത്തൊന്ന് പാടി നോക്കാം എന്ന് പറഞ്ഞാൽ ഓ വേണ്ട, അതാണ്. പക്ഷേ അത്യാവശ്യം പുള്ളിപ്പാട്ടുകളൊക്കെ പാടാറുണ്ട് പുള്ളി. പാട്ട് പാടാൻ പറ്റിയൊരു ശബ്ദമാണ്. പിന്നെ പറഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റുന്ന അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ശബ്ദം നന്നാവായിരിക്കാം, പക്ഷേ ശ്രുതി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ.
ദുൽഖറൊക്കെ പാടില്ലേ, അതുപോലെ നിങ്ങൾക്ക് പാടാൻ പറ്റില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാലഞ്ച് ഒരു മ്യൂസിക് ഡയറക്ടർ എടുക്കുകയാണെങ്കിൽ ഞാൻ പുള്ളിയുടെ കൂടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കും തീർച്ചയായും. ഒരു ഹീറോയുടെ ഡേറ്റ് ഇല്ലെങ്കിൽ മലയാളത്തിൽ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരു കറണ്ട് സിനാരിയോ ആണ് ഉള്ളത്. ലൈക്ക് ഒരു മെയിൻ സ്ട്രീം ഹീറോയുടെ ഡേറ്റ് ഇല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫിലിം ചെയ്യാനുള്ള കറേജ്, അല്ലെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് അത് പ്രാക്ടിക്കലി എത്ര പോസിബിൾ ആണ് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ ഇങ്ങനത്തെ ഒരു നല്ല സബ്ജക്റ്റ് അത് ഓക്കെ സ്ക്രീനിൽ ലൈക്ക് ക്യാൻവാസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനൊരു ചാലഞ്ച് ഫീൽ ചെയ്തില്ലേ? ലൈക്ക് ഓക്കെ ഇതിനൊരു പ്രൊഡ്യൂസർ കിട്ടും. ബിക്കോസ് ലൈക്ക് ഒരു ആരാണെങ്കിലും ഫസ്റ്റ് പ്രൊഡ്യൂസർ അടുത്ത് ഒരു കഥ പോലും പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഹീറോയുടെ ഡേറ്റ് ഉണ്ടോ എന്നാണ്. സോ അത് ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഫിലിം ഒരു എങ്ങനെ പ്രാക്ടിക്കലി പോസിബിളായി? ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് കാലം ഈ സിനിമയ്ക്ക് അധികം നടന്നില്ലെങ്കിൽ പോലും പ്രൊഡ്യൂസറെ തപ്പി ഞങ്ങൾ കുറച്ചധികം പേരെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങളൊക്കെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ കഥ പറയാൻ പോകുമ്പോൾ തന്നെ നേരിടേണ്ടി വരിക. ഒന്ന്, ആരാണ് നായകൻ? 2, സാറ്റലൈറ്റ് എത്ര കിട്ടും? അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ ദുൽഖറിൻ്റെ ഒരു ഡേറ്റ് വാങ്ങി വരൂ, നമുക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫോൺ വെച്ചിട്ട് പറയും, ദുൽഖറിൻ്റെ ഡേറ്റ് ഉണ്ട്, പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യമുണ്ടോ? എന്തിനാണ് അങ്ങോട്ട് വരും, ഞങ്ങൾക്ക് ചെയ്താൽ പോരെ പടം? അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മളൊരു കഥയായി തന്നെ കണ്ട് എന്നാൽ ഒരു സിനിമ ചെയ്തേക്കാം എന്ന് ധൈര്യം കാണിക്കുന്ന പ്രൊഡ്യൂസർമാരെ കണ്ടുമുട്ടുമ്പോഴേ ഇത്തരത്തിലുള്ള സിനിമകൾ സാധ്യമാവുള്ളൂ. അപ്പം ഞങ്ങളുടെ ഭാഗത്തിന് ഞങ്ങൾ ജോബി ചേട്ടനെ കണ്ടുമുട്ടി. അപ്പോൾ കക്ഷി പറഞ്ഞു, ശരി എന്നാൽ പറഞ്ഞ് നിങ്ങൾ ചെയ്യുമല്ലേ, ഞാൻ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. കക്ഷി ഇന്ന് വരെ അതിൻ്റെ മാർക്കറ്റിംഗ് അടക്കം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ച് തന്നെയാണ്. അപ്പം ഒരുപാട് പേര് നല്ല കഥകളുമായിട്ട് നടക്കുന്നുണ്ടാകും, പക്ഷേ കറക്റ്റ് പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ വേണ്ട നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ സപ്പോർട്ട് വേണം. ഇത് തിയേറ്ററിൽ എത്തണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ DI ഷൂട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ അവിടെ ഇരിക്കുന്നത് കാണാം, പടം തീർന്നിട്ടും വിതരണത്തിനെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളത്. അപ്പോൾ പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് വിതരണക്കാരനെ കണ്ടുപിടിക്കണം, പരസ്യം നടത്താൻ പണം വേണമല്ലോ. അപ്പം ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ളത് ഇനിയിപ്പോൾ പടം ചെയ്ത ഒരുപാട് പ്രൂവ് ചെയ്ത ഡയറക്ടേഴ്സിന് പ്രശ്നമല്ല, പക്ഷേ കയറി വരുന്ന ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ചിലർക്ക് ഭാഗ്യവശാൽ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പോലെ നല്ല ആളുകളെ അധികം പ്രയത്നിക്കാതെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് എപ്പോഴും. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? ഇന്നിപ്പോൾ പോകുമ്പോൾ ഗിരീഷ് എന്ന് പറയാം. അല്ല, ഈ പടത്തിൽ സണ്ണി ഞാൻ നേരത്തെ എഡിറ്റിൻ്റെ ഉള്ള വഴക്ക് പറയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം നമ്മുടെ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞപ്പോഴും സെൻസർ കഴിഞ്ഞപ്പോഴൊക്കെ നമ്മളെ ഫുൾ മ്യൂസിക്കൽ ആറിലൊക്കെ വന്നപ്പം സണ്ണിയുടെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇരുത്തിക്കൊണ്ട് പൊഴുത്തി പറയല്ല, കാരണം നന്നായിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സണ്ണി വേനെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അത്ര സ്റ്റൈലിഷ് അല്ലാത്തൊരു തനി നാടനായിട്ടുള്ള ഒരു കക്ഷി നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. താങ്ക് യു. അപ്പം ഒരുവിധം ആൻമരിയ കലിപ്പിലാണ്. ആൻമരിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. സണ്ണിയെക്കുറിച്ചും സൈജുവിനെക്കുറിച്ചും മിഥുനെക്കുറിച്ചും അങ്ങനെ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ന്യൂസ് റൂമിൽ ഇനിയും നമ്മൾ തിരിച്ചെത്തും. താങ്ക് യു വെരി മച്ച് സണ്ണി, സൈജു ആൻഡ് മിഥുൻ. താങ്ക് യു.